ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവവചനം പുറപ്പാടിൻ്റെ പുസ്തകത്തിനുള്ള വായന 35 അധ്യായം 1 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. സാബത്ത് വിശ്രമം. മോശ ഇസ്രായേൽ സമൂഹത്തെ വിളിച്ചു കൂട്ടി പറഞ്ഞു, നിങ്ങൾ അനുഷ്ഠിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് ഇവയാണ്. 6 ദിവസം ജോലി ചെയ്യുക, 7-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ ദിനമായിരിക്കണം. കർത്താവിന് സമർപ്പിതവും വിശ്രമത്തിനുള്ളതുമായ സാബത്ത് ദിനം. അന്ന് ജോലി ചെയ്യുന്ന ഏവനും വധിക്കപ്പെടണം. നിങ്ങളുടെ വസതികളിൽ അന്ന് തീ കത്തിക്കരുത്. കൂടാര നിർമ്മാണത്തിന് കാഴ്ചകൾ. ഇസ്രായേൽ സമൂഹത്തോട് മോശ പറഞ്ഞു, ഇതാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ കർത്താവിന് കാണിക്ക കൊണ്ടുവരുവിൻ. ഉദാരമനസ്കർ കർത്താവിന് കാഴ്ച കൊണ്ടുവരട്ടെ. സ്വർണം, വെള്ളി, ഓട്, നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറത്തിലുള്ള നൂലുകൾ, നേർമയിൽ നെയ്തെടുത്ത ചണവസ്ത്രം, കോലാട്ടിൻ രോമം, ഉറക്കിട്ട മുട്ടാടിൻ തോല്, നീലക്കരടിത്തോല്, കരുവേലത്തടി, വിളക്കിനുള്ള എണ്ണ, അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനുള്ള സുഗന്ധ വസ്തുക്കൾ, ഗോമേതക രത്നങ്ങൾ, എഫോദിനും ഉരസ്ത്രാണത്തിനുമുള്ള രത്നങ്ങൾ. നിങ്ങളിൽ ശില്പവൈദഗ്ധ്യമുള്ളവർ മുൻപോട്ട് വന്ന് കർത്താവ് ആജ്ഞാപിച്ചിരിക്കുന്നവയെല്ലാം നിർമ്മിക്കട്ടെ. വിശുദ്ധ കൂടാരം, അതിൻ്റെ വിരികൾ, കൊളുത്തുകൾ, ചട്ടങ്ങൾ, അഴികൾ, തൂണുകൾ, അവയുടെ പാദകൂടങ്ങൾ, പേടകം, അതിൻ്റെ തണ്ടുകൾ, കൃപാസനം, തിരശ്ശീല, മേശ, അതിൻ്റെ തണ്ടുകൾ, ഉപകരണങ്ങൾ, തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം, വിളക്ക് കാല്, അതിൻ്റെ ഉപകരണങ്ങൾ, വിളക്കുകൾ, എണ്ണ, ധൂപപീഠം, അതിൻ്റെ തണ്ടുകൾ, അഭിഷേക തൈലം, ധൂപത്തിനുള്ള സുഗന്ധദ്രവ്യം, കൂടാര വാതിൽക്കിനു വേണ്ട യവനിക, ദഹന ബലിപീഠം, ഓട് കൊണ്ടുള്ള അതിൻ്റെ ചട്ടക്കൂട്, തണ്ടുകൾ, മറ്റുപകരണങ്ങൾ, പലകകൾക്കും ക്ഷാളനപാത്രം, അതിൻ്റെ പീഠം, അങ്കണത്തെ മറയ്ക്കുന്ന വിരികൾ, അവയ്ക്കുള്ള തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, അങ്കണ കവാടത്തിൻ്റെ യവനിക, കൂടാരത്തിനും അങ്കണത്തിനും വേണ്ട കുറ്റികൾ, കയറുകൾ, വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട തിരുവസ്ത്രങ്ങൾ, പുരോഹിതനായ അഹറോനും പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന അവൻ്റെ പുത്രന്മാർക്കും അണിയാനുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ. ഇസ്രായേൽ സമൂഹം മോശയുടെ മുമ്പിൽ നിന്ന് പിരിഞ്ഞുപോയി. ആന്തരിക പ്രചോദനം ലഭിച്ച ഉദാരമനസ്കർ കർത്താവിൻ്റെ സന്നിധിയിൽ കാഴ്ചകൾ കൊണ്ടുവന്നു. അത് സമാഗമ കൂടാരത്തിനും അതിലെ ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു. ഉദാരമനസ്കരായ സ്ത്രീ പുരുഷന്മാർ കാഴ്ചകളുമായി വന്നു. അവർ സൂചിപതക്കങ്ങളും കർണവളയങ്ങളും അങ്കുലിയങ്ങളും തോൽവളകളും എല്ലാത്തരം ആഭരണങ്ങളും കൊണ്ടുവന്നു. അങ്ങനെ ഓരോരുത്തരും കർത്താവിന് സ്വർണം കൊണ്ടുള്ള കാഴ്ച സമർപ്പിച്ചു. ഓരോരുത്തരും കൈവശമുണ്ടായിരുന്ന നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകളും നേർമയുള്ള ചണത്തുണിയും കോലാട്ടിൻ രോമവും ഉറക്കിട്ട മുട്ടാടിൻ തോലും നീലക്കരടിത്തോലും കൊണ്ടുവന്നു. വെള്ളിയോ ഓടോ അർപ്പിക്കാൻ കഴിവുണ്ടായിരുന്നവർ അത് കൊണ്ടുവന്നു കർത്താവിന് കാഴ്ചവെച്ചു. ഏതെങ്കിലും പണിക്ക് തുകുന്ന കരുവേല തടി കൈവശമുണ്ടായിരുന്നവർ അത് കൊണ്ടുവന്നു. കരവിരുതുള്ള സ്ത്രീകൾ നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളിൽ സ്വന്തം കൈകൊണ്ട് പിരിച്ചെടുത്ത നൂലുകളും നേർമയിൽ നെയ്ത ചണത്തുണിയും കൊണ്ടുവന്നു. നൈപുണ്യവും സന്നദ്ധയുമുണ്ടായിരുന്ന സ്ത്രീകൾ കോലാട്ടിൻ രോമം കൊണ്ട് നൂലുണ്ടാക്കി. നേതാക്കന്മാർ എഫോദിനും ഉരസ്ത്രാണത്തിനും വേണ്ട ഗോമേതകങ്ങളും മറ്റു രത്നങ്ങളും, വിളക്കിനും അഭിഷേക തൈലത്തിനും ധൂപത്തിനും ആവശ്യമായ സുഗന്ധ ദ്രവ്യങ്ങളും എണ്ണയും കൊണ്ടുവന്നു. കർത്താവ് മോശ വഴി ആജ്ഞാപിച്ച ജോലികളുടെ നിർവഹണത്തിന് ഇസ്രായേലിലെ സ്ത്രീ പുരുഷന്മാരോട് ഓരോരുത്തരും തങ്ങളുടെ ഉൾപ്രേരണയനുസരിച്ച് ഓരോ സാധനം കൊണ്ടുവന്ന് സ്വമേധയാ കർത്താവിന് കാഴ്ചവെച്ചു. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, യൂദാഗോത്രത്തിലെ ഹൂറിൻ്റെ പുത്രനായ ഊരിയുടെ മകൻ ബസാലേലിനെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടുന്ന് അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു. സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം വേലകളിലുമുള്ള വൈദഗ്ധ്യവും നൽകി അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക,
സ്വർണം, വെള്ളി, ഓട് എന്നിവ കൊണ്ട് പണിയുക, പതിക്കാനുള്ള രത്നങ്ങൾ ചെത്തിമിനുക്കുക, തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാത്തരം ശില്പവേലകൾക്കും വേണ്ടിയാണിത്. അവിടുന്ന് അവനും ദാൻ ഗോത്രത്തിലെ അഹിസാമാക്കിൻ്റെ പുത്രൻ ഒഹൊലിയാബിനും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തക്ക കഴിവ് നൽകിയിരുന്നു. കൊത്തുപണിക്കാരനോ രൂപസംവിധായകനോ നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൊണ്ടോ നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയിലോ ചിത്രത്തുന്നൽ നടത്തുന്നവനോ നെയ്ത്തുകാരനോ മറ്റേതെങ്കിലും തൊഴിൽക്കാരനോ ശില്പകലാവിദഗ്ധനോ ചെയ്യുന്ന ഏതുതരം ജോലിയിലും ഏർപ്പെടുന്നതിനും വേണ്ട തികഞ്ഞ കഴിവ് അവിടുന്ന് അവർക്ക് നൽകി. പുറപ്പാടിൻ്റെ പുസ്തകത്തിനുള്ള വായന 36-ാം അധ്യായം 1 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ കൂടാരത്തിൻ്റെ നിർമ്മാണം. വിശുദ്ധ സ്ഥലത്തിൻ്റെ നിർമ്മാണത്തിനായി ഏത് ജോലിയും ചെയ്യാൻ പോന്ന അറിവും സാമർഥ്യവും നൽകി കർത്താവ് അനുഗ്രഹിച്ച ബസാലേലും ഒഹൊലിയാബും കരവിരുതുള്ള മറ്റാളുകളും അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് ജോലി ചെയ്യണം. ബസാലേലിനെയും ഒഹൊലിയാബിനെയും കർത്താവ് അറിവും സാമർഥ്യവും നൽകി അനുഗ്രഹിച്ചവരും ജോലി ചെയ്യാൻ ഉൾപ്രേരണ ലഭിച്ചവരുമായ എല്ലാവരെയും മോശ വിളിച്ചുകൂട്ടി. വിശുദ്ധ കൂടാരത്തിലെ പണിക്ക് വേണ്ടി ഇസ്രായേൽ ജനം കൊണ്ടുവന്ന കാഴ്ചകളെല്ലാം മോശയുടെ അടുക്കൽ നിന്ന് അവർ സ്വീകരിച്ചു. എല്ലാ പ്രഭാതത്തിലും ജനങ്ങൾ സ്വമേധയാ കാഴ്ചകൾ കൊണ്ടുവന്നിരുന്നു. അതിനാൽ വിശുദ്ധ കൂടാരത്തിൻ്റെ വിവിധതരം പണികളിൽ ഏർപ്പെട്ടിരുന്ന വിദഗ്ധന്മാരെല്ലാവരും ജോലി നിർത്തി മോശയുടെ അടുത്ത് വന്നു. അവർ മോശയോട് പറഞ്ഞു, കർത്താവ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ജോലിക്കാവശ്യമായതിനാൽ കൂടുതൽ വസ്തുക്കൾ ജനങ്ങൾ കൊണ്ടുവന്നു. ഉടനെ മോശ പാളയത്തിലെങ്ങും ഒരു കൽപ്പന വിളംബരം ചെയ്തു. വിശുദ്ധ കൂടാരത്തിനു വേണ്ടി പുരുഷനോ സ്ത്രീയോ ആരും ഇനി കാണിക്ക കൊണ്ടുവരേണ്ടതില്ല. അങ്ങനെ ജനങ്ങൾ കാണിക്ക കൊണ്ടുവരുന്നത് അവൻ നിയന്ത്രിച്ചു. എല്ലാ പണികൾക്കും ആവശ്യമായ തിൽകവിഞ്ഞ വസ്തുക്കൾ അവർക്ക് ലഭിച്ചിരുന്നു. പണിയിൽ ഏർപ്പെട്ടിരുന്നവരിൽ വിദഗ്ധരായവർ 10 വിരികൾ കൊണ്ട് കൂടാരമുണ്ടാക്കി. അവ നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും കൊണ്ട് നിർമ്മിച്ചവയും കെരൂബുകളുടെ ചിത്രം തുണിയിൽ അലങ്കരിച്ചവയുമായിരുന്നു. ഓരോ വിരിയുടെയും നീളം 28 മുഴവും വീതി 4 മുഴവുമായിരുന്നു. എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരുന്നു. അവർ 5 വിരികൾ ഒന്നിനൊന്ന് യോജിപ്പിച്ചു. അതുപോലെ മറ്റ് 5 വിരികളും. ആദ്യ ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിൽ നീല നൂൽ കൊണ്ട് അവർ വളയങ്ങൾ നിർമ്മിച്ചു. അപ്രകാരം തന്നെ രണ്ടാം ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിലും ഒന്നാമത്തേതിലും രണ്ടാമത്തേതിലും 50 വളയങ്ങൾ വീതമുണ്ടാക്കി. ഒന്നിനു നേരെ ഒന്ന് വരത്തക്ക വിധത്തിലാണ് വളയങ്ങൾ നിർമ്മിച്ചത്. 50 സ്വർണ്ണക്കൊളുത്തുകളുണ്ടാക്കി വിരികൾ പരസ്പരം ബന്ധിച്ചു. അങ്ങനെ കൂടാരം ഒന്നായി തീർന്നു. കൂടാരത്തിൻ്റെ മുകൾ ഭാഗം മൂടുന്നതിന് കോലാട്ടിൻ രോമം കൊണ്ട് അവർ 11 വിരികളുണ്ടാക്കി. ഓരോ വിരിയുടെയും നീളം 30 മുഴവും വീതി 4 മുഴവുമായിരുന്നു. 11 വിരികളും ഒരേ അളവ് തന്നെ. അവർ 5 വിരികൾ ഒന്നോടൊന്ന് തുന്നിച്ചേർത്തു. അതുപോലെ മറ്റേ 6 വിരികളും. ഇരുഗണത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന വിരികളുടെ വിളുമ്പിൽ 50 വളയങ്ങൾ വീതം നിർമ്മിച്ചു. കൂടാരം കൂട്ടി യോജിപ്പിക്കാൻ ഓട് കൊണ്ട് 50 കൊളുത്തുകളുണ്ടാക്കി. കൂടാരത്തിന് ഉറക്കിട്ട മുട്ടാടിൻ തോല് കൊണ്ട് ഒരാവരണവും അതിനു മീതെ നീലക്കരടി തോല് കൊണ്ട് വേറൊരു ആവരണവും നിർമ്മിച്ചു. കൂടാരത്തിന് കരുവേലപ്പലകകൾ കൊണ്ട് നിവർന്നു നിൽക്കുന്ന ചട്ടങ്ങളുമുണ്ടാക്കി. ഓരോ പലകയുടെയും നീളം 10 മുഴമായിരുന്നു, വീതി 1.5 മുഴവും. പലകകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലും ഈ 2 കുടുമകൾ ഉണ്ടായിരുന്നു. എല്ലാ പലകകളും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. അവർ കൂടാരത്തിനുള്ള ചട്ടപ്പലകകൾ ഇപ്രകാരമാണ് ഉണ്ടാക്കിയത്. തെക്കുവശത്ത് 20 പലകകൾ, 20 പലകകളുടെ അടിയിൽ വെള്ളി കൊണ്ട് 40 പാദകുടങ്ങൾ, ഓരോ പലകയുടെയും അടിയിൽ കുടുമയ്ക്ക് 1 വീതം 2 പാദകുടങ്ങൾ. കൂടാരത്തിൻ്റെ വടക്കുവശത്ത് അവർ 20 പലകകളുണ്ടാക്കി. ഓരോ പലകയ്ക്കുമിടയിൽ 2 വീതം വെള്ളി കൊണ്ടുള്ള 40 പാദകൂടങ്ങളുണ്ടാക്കി.
കൂടാരത്തിൻ്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്ത് 6 പലകങ്ങളുണ്ടാക്കി. കൂടാരത്തിൻ്റെ പിൻഭാഗത്തെ 2 മൂലകൾക്കായി 2 പലകകളും അവയുടെ ചുവടുകൾ അകത്തിയും മുകൾ ഭാഗം ഒരു വളയം കൊണ്ട് യോജിപ്പിച്ചും നിർത്തി. ഇരുമൂലകളിലുമുള്ള 2 പലകങ്ങൾക്കും ഇപ്രകാരം ചെയ്തു. അങ്ങനെ 8 പലകകളും ഒരു പലകയുടെ അടിയിൽ 2 വീതം വെള്ളി കൊണ്ടുള്ള 16 പാദകുടങ്ങളുമുണ്ടായിരുന്നു. കരുവേല തടി കൊണ്ട് അവർ അഴികൾ നിർമ്മിച്ചു. കൂടാരത്തിൻ്റെ ഒരു വശത്തെ പലകകൾക്ക് 5 അഴികൾ, മറുവശത്ത് പലകകൾക്ക് 5 അഴികൾ. കൂടാരത്തിൻ്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തെ പലകകൾക്ക് 5 അഴികൾ. നടുവിലുള്ള അഴിയുടെ പലകയുടെ പകുതി ഉയരത്തിൽ വെച്ച് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കടത്തിവിട്ടു. അവർ പലകകളും അഴികളും സ്വർണം കൊണ്ട് പൊതിയുകയും അഴികൾ കടത്താനുള്ള വളയങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്തു. നീലം, ധൂമ്രം, കടും ചെമ്മപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ച് തിരശ്ശീലയുണ്ടാക്കി. കെരൂബുകളുടെ ചിത്രം വിദഗ്ധമായി തുന്നിച്ചേർത്ത് അതലങ്കരിച്ചു. അവർ കരുവേല തടി കൊണ്ട് 4 തൂണുകളുണ്ടാക്കി. സ്വർണം കൊണ്ട് പൊതിഞ്ഞു. അവയ്ക്ക് സ്വർണം കൊണ്ട് കൊളുത്തുകളും വെള്ളി കൊണ്ട് 4 പാദകുടങ്ങളും പണിതു. നീലം, ധൂമ്രം, കടും ചെമ്മപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്ത് ചിത്രത്തുന്നൽ കൊണ്ട് അലങ്കരിച്ച ചണത്തുണിയും ഉപയോഗിച്ച് കൂടാരവാതിലിന് അവർ യവണികയുണ്ടാക്കി. അതിനായി 5 തൂണുകളും അവയിൽ കൊളുത്തുകളും ഉണ്ടാക്കി. തൂണുകളുടെ ശീർഷങ്ങൾ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. പട്ടകൾ സ്വർണം കൊണ്ടും അവയുടെ 5 പാദകുടങ്ങൾ ഓടുകൊണ്ടും നിർമ്മിച്ചു. പുറപ്പാടിൻ്റെ പുസ്തകത്തിനുള്ള വായന 37-ാം അധ്യായം 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. സാക്ഷ്യപേടകം. ബസാലേൽ കരുവേല തടി കൊണ്ട് പേടകമുണ്ടാക്കി. അതിൻ്റെ നീളം 2.5 മുഴം ആയിരുന്നു. വീതിയും ഉയരവും 1.5 മുഴം വീതവും. തനി സ്വർണം കൊണ്ട് അതിൻ്റെ അകവും പുറവും പൊതിഞ്ഞു. അതിനു ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരു അരികുപാളി പിടിപ്പിച്ചു. 4 സ്വർണ്ണ വളയങ്ങളുണ്ടാക്കി 4 മൂലകളിൽ ഘടിപ്പിച്ചു. ഒരു വശത്ത് 2ഉം മറുവശത്ത് 2ഉം. അവൻ കരുവേല തടി കൊണ്ട് തണ്ടുകളുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. പേടകം വഹിക്കുന്നതിന് അതിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി. തനി സ്വർണം കൊണ്ട് കൃപാസനം നിർമ്മിച്ചു. അതിൻ്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവുമായിരുന്നു. കൃപാസനത്തിൻ്റെ 2 അഗ്രങ്ങളിൽ സ്ഥാപിക്കാൻ സ്വർണ്ണ തകിട് കൊണ്ട് 2 കെരൂബുകളെ നിർമ്മിച്ചു. 2 അഗ്രങ്ങളിലും 1 വീതം കൃപാസനത്തോട് ഒന്നായി ചേർത്താണ് അവയെ നിർമ്മിച്ചത്. കെരൂബുകൾ മുകളിലേക്ക് ചിറകുകൾ വിരിച്ച് കൃപാസനത്തെ മൂടിയിരുന്നു. കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് അവ മുഖാഭിമുഖം നിലകൊണ്ടു. തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ. കരുവേല തടി കൊണ്ട് അവൻ മേശയുണ്ടാക്കി. അതിന് 2 മുഴം നീളവും 1 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉണ്ടായിരുന്നു. തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും മുകൾ ഭാഗത്ത് ചുറ്റിലും സ്വർണം കൊണ്ട് അരികുപാളി പിടിപ്പിക്കുകയും ചെയ്തു. അതിന് ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ ഒരു ചട്ടവും ചട്ടത്തിന് ചുറ്റും സ്വർണം കൊണ്ട് അരികുപാളിയും പിടിപ്പിച്ചു. അവ 4 സ്വർണ്ണ വളയങ്ങൾ നിർമ്മിച്ച് അവ മേശയുടെ 4 കാലുകളിൽ ഘടിപ്പിച്ചു. മേശ വഹിക്കാനുള്ള തണ്ടുകൾ കടത്തിയിരുന്ന വളയങ്ങൾ ചട്ടത്തോട് ചേർന്നതായിരുന്നു. ഈ തണ്ടുകൾ അവൻ കരുവേല തടി കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. മേശപ്പുറത്തേക്കുള്ള ഉപകരണങ്ങൾ, താലങ്ങൾ, തട്ടങ്ങൾ, കലശങ്ങൾ, പാനീയബലിക്കുള്ള ചഷകങ്ങൾ എന്നിവ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു. വിളക്കുകാൽ. തനി സ്വർണം കൊണ്ട് വിളക്കുകാൽ ഉണ്ടാക്കി. അതിൻ്റെ അടിത്തട്ട്, തണ്ട് ചഷകങ്ങൾ, മുകുളങ്ങൾ, പുഷ്പങ്ങൾ എന്നിവ ഒരു സ്വർണ്ണത്തകിടിലാണ് പണിതത്. വിളക്കുകാലിന് ഓരോ വശത്തും 3 വീതം 2 വശങ്ങളിലായി 6 ശാഖകളും ഉണ്ടായിരുന്നു. വിളക്കുകാലിൻ്റെ 6 ശാഖകളിൽ ഓരോന്നിലും ബദാം പൂവിൻ്റെ ആകൃതിയിലുള്ളതും മുകുളങ്ങളോടും പുഷ്പദളങ്ങളോടും കൂടിയതുമായ 3 ചഷകങ്ങൾ വീതമുണ്ടായിരുന്നു. വിളക്കുകാലിൻ്റെ തണ്ടിന്മേൽ ബദാം പൂവിൻ്റെ ആകൃതിയിലുള്ള മുകുളങ്ങളോടും പുഷ്പദളങ്ങളോടും കൂടിയതുമായ 4 ചഷകങ്ങൾ ഉണ്ടായിരുന്നു. വിളക്കുകാലിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ജോഡി ശാഖകളുടെയും ചുവട്ടിൽ വിളക്കുകാലിൻ്റെ തണ്ടിനോട് ഒന്നായി ചേർന്ന് ഒരു മുകുളം വീതമുണ്ടായിരുന്നു.
മുകുളങ്ങളും ശാഖകളും വിളക്ക് കാലിനോട് ഒന്നായി ചേർന്നിരുന്നു. എല്ലാം തനി സ്വർണ്ണ തകിട് കൊണ്ട് പണിതതായിരുന്നു. അവൻ തൻ്റെ 7 വിളക്കുകളും തിരിയണയ്ക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു. വിളക്കുകാലും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും 1 താലന്ത് തനി സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചത്. ധൂപപീഠം. കരുവേല തടി കൊണ്ട് അവൻ ഒരു ധൂപപീഠം പണിതു. അത് 1 മുഴം നീളവും 1 മുഴം വീതിയുമുള്ള സമചതുരവുമായിരുന്നു. ഉയരം 2 മുഴം. അതിൻ്റെ കൊമ്പുകൾ അതിനോട് ഒന്നായി ചേർന്നിരുന്നു. തനി സ്വർണം കൊണ്ട് അവൻ അതിൻ്റെ മുകൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും പൊതിഞ്ഞു. അതിന് മുകൾ വശത്തായി ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിച്ചു. അത് വഹിക്കാനുള്ള തണ്ടുകൾ കടത്തുന്നതിന് അരികുപാളിയുടെ താഴെ മൂലകളിലായി ഒരു വശത്ത് 2 മറുവശത്ത് 2 സ്വർണ്ണ വളയങ്ങൾ ഘടിപ്പിച്ചു. കരുവേല തടി കൊണ്ട് തണ്ടുകളുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും ധൂപത്തിനുള്ള പരിമള വസ്തുക്കളും സജ്ജീകരിച്ചു. നമ്മുടെ കർത്താവായ